ഹായ്, ഞാൻ ഡോക്ടർ ഷിജിന റിയാസ്, ഹോമിയോ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പം ഈ ഡേറ്റ് എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം കേട്ടോ. അതായത് നമുക്ക് PCOD വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മളൊരു 10 പേരെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അതിൽ ഒരു 5 പേർക്കെങ്കിലും പോട്ടെ, ഒരു 6 പേർക്കെങ്കിലും PCOD ഉള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കാനിങ് റിപ്പോർട്ടിനകത്ത് മിക്കവാറും സ്കാനിങ് റിപ്പോർട്ടിനകത്ത് PCO മോർഫോളജി എന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കാനിങ് റിപ്പോർട്ടിനകത്ത് PCOD എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ PCO മോർഫോളജി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു PCOD പേഷ്യൻ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, നമുക്കൊരു 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ 3 ക്രൈറ്റീരിയാസിൽ ഏകദേശം ഒരു 2 എണ്ണെങ്കിലും നിങ്ങൾ ഫുൾഫിൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു PCO പേഷ്യൻ്റ് എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ വരിക. ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് ഒരു മെൻസസിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, മെൻസസിനകത്ത് ഇറഗുലാരിറ്റീസ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ സൈക്കിൾ നിങ്ങൾക്കറിയാം 28 ഡേയ്സ് സൈക്കിളാണ് നോർമൽ സൈക്കിൾ. പക്ഷേ നമ്മൾ ഒരു ലെങ്ത്ത് പറയാം 21 ഡേ മുതൽ 35 ഡേ, ഏകദേശം 21 ദിവസം സൈക്കിളുള്ള ആളുകൾ അല്ലെങ്കിൽ 35 ദിവസത്തെ, ഈ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന സൈക്കിൾ 28 ദിവസത്തെ അല്ലെങ്കിൽ 30 ദിവസം 35 ദിവസം സൈക്കിൾ വരെ നോർമലാണ്. ഓക്കെ, അല്ലെങ്കിൽ 24 ദിവസം സൈക്കിൾ ഓക്കെയാണ്, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം ഈ ഒരു സൈക്കിൾ അല്ലാതെ ചിലപ്പോൾ 20 ദിവസത്തിന് മുമ്പ് സൈക്കിൾ വരിക, അതായത് എവറി 2 വീക്സ് സൈക്കിൾ വരിക, അല്ലെങ്കിൽ 40, 45, 50 ദിവസം കഴിഞ്ഞിട്ട് മെൻസസ് വരിക. അപ്പോൾ അങ്ങനെ സൈക്കിളിൽ വരുന്ന ഇറഗുലാരിറ്റീസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവുക. ഓക്കെ, അന്നേരം നമ്മൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് PCO മോർഫോളജി എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് PCOD ഉണ്ടാവാം. ഓക്കെ, അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഓവേറിയം വോളിയം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് സാധാരണയായിട്ട് ഓവേറിയം വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വോളിയം 7 to 8 cc ആണ്, 7 to 8 cc ആണ്. അപ്പോൾ അപ് ടു 10 cc നമ്മൾ നോർമലായിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഓവേറിയം വോളിയം 10 cc കൂടുതലാവുകയും വേണം. ഒരു ഓവറിക്കകത്ത് ഏകദേശം 20 ഫോളിക്കിളിനേക്കാളും കൂടുതൽ ഫോളിക്കിൾ ഉണ്ടാവുകയും വേണം. ഒരു പക്ക PCO അല്ലെങ്കിൽ ഒരു PCO മോർഫോളജി നമുക്ക് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഓവറിക്കകത്ത് ഏകദേശം ഒരു 20 ഫോളിക്കിളിനേക്കാളും കൂടുതൽ ഉണ്ടാവുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു 10 ഫോളിക്കിൾ അല്ലെങ്കിൽ 12 ഫോളിക്കിൾസ് കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഓവേറിയം വോളിയം 10-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PCOD ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറ്റ് ഹോർമോൺസിൻ്റെ ഇംബാലൻസസ് കൊണ്ട് ആ ഒരു എന്താ പറയുക ഓവേറിയൻ റപ്ചർ പ്രോപ്പറായിട്ട് നടക്കുകയായിരിക്കും. അത് നമ്മൾ ബാക്കി എല്ലാ ഹോർമോൺസും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് റീസൺ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മളെ കയ്യിൽ റിപ്പോർട്ട്സ് കിട്ടുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള, അതായത് ഓവേറിയം വോളിയം ഒക്കെ നോർമലായിരിക്കും, പക്ഷേ PCOD എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈയിടെ എന്നെ കാണാൻ വന്നൊരു കപ്പിൾ, അവർ വരുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പം ഒരു ഹസ്ബൻഡിനായിരുന്നു പ്രോബ്ലം. അപ്പം മെയിനായിട്ട് അവർ ഹസ്ബൻഡിന് കൗണ്ട് ഇഷ്യൂ ഞാൻ കാണിക്കാൻ വന്നത്. ഇവരുടെ പീരീഡ്സ് ഒക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒന്ന് മോണിറ്റർ ചെയ്യും. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷൻ കറക്റ്റ് ആണോ എന്ന് മോണിറ്റർ ചെയ്യും. കാരണം ഹസ്ബൻഡ് ഓക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പലപ്പോഴും പല കേസിലും ഇവരുടെ ഓവുലേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഹസ്ബൻഡിനാണെങ്കിൽ കൂടിയും നമ്മുടെ വൈഫിൻ്റെ ഓവുലേഷൻ കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ ഓവുലേഷൻ സ്കാനിങ്ങിന് വിട്ടു, ഫോളിക്കുലർ സ്റ്റഡിക്ക് വിട്ടു. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത സമയത്ത് കണ്ടു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലെഫ്റ്റ് ഓവറിൽ നിന്ന് അണ്ടൻ ഡെവലപ്പായി വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ഓവറിയുടെ വോളിയം 33 cc എന്നും കണ്ടു ആ റിപ്പോർട്ടിനകത്ത്. അപ്പോൾ നമുക്ക് ഡൗട്ടായി, 33 cc ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കുള്ള നോർമൽ വോളിയം എന്ന് പറയുന്നത് 7 to 8 cc, അപ് ടു 10 വരെ നമ്മൾ കണക്കാക്കും. അപ്പോൾ 8 cc വെക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു 3-4 ഇരട്ടിയോളം സൈസിലുള്ള ഓവറിയം വോളിയം ഉണ്ട് ഇവർക്ക്. അപ്പോൾ ആ ഒരു ഓവറിയം വോളിയത്തിന് ഒരിക്കലും ഇത്തരം ഒരു ഓവൻ ഡെവലപ്പായി വരില്ല. അപ്പോൾ ഇതിൽ എവിടെയോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് മന്ത് വരുമ്പോൾ ഒന്നും കൂടി ഒരു സ്കാനിങ് കൂടി നിങ്ങൾ എടുക്കും, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി ഓവറിയം വോളിയം അത്രയില്ല, ബിലോ 10 ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ അന്നേരം, അതായത് അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് സ്കാനിങ് റിപ്പോർട്ടിനകത്ത് ഞാൻ പറഞ്ഞില്ല, ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് കാണാം. നമ്മളപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത സിംറ്റംസ്, അപ്പോൾ ഞാൻ ഒരിക്കലും ആ റിപ്പോർട്ട് പ്രകാരം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല. പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ്, അതാണ് ഞാൻ പറഞ്ഞത്, പേഷ്യൻറ്റിൻ്റെ മെൻസസൊക്കെ നോർമലാണ്, പക്ഷേ അവർക്ക് എന്താ പറയുക ബാക്കി അവർ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ അമിതമായ രോമ വളർച്ചയോ ഒന്നുമില്ല. പക്ഷേ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ കാണുന്നു വെച്ച് നമ്മൾ ഉടനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യില്ല, ഒന്നും കൂടി റിപ്പോർട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് എനിക്കും പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒന്നുമില്ല, പക്ഷേ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം സ്കാനിങ്, എന്നിട്ട് മാത്രം നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ കേസിനകത്ത് നമ്മൾ റിപ്പീറ്റ് അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി
എന്താണ് ആദ്യത്തെ റിപ്പോർട്ടിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്നുള്ള. അപ്പോൾ ഇത്തരം പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 3 ക്രൈറ്റീരിയാസ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു മെൻസസിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടാവണം, പിന്നെ സ്കാനിങ്ങിനകത്തുള്ള ഈ ഒരു ഫൈൻഡിങ്. പിന്നെ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പർ ആൻറ്റിജൻ സിംറ്റംസ് എന്ന് പറയും. അതായത് മെയിൽ ഹോർമോൺ കൂടുതലുള്ളതിൻ്റെ സിംറ്റംസ്. മെയിൽ ഹോർമോൺ കൂടുതലാണെങ്കിൽ എന്താ ഉണ്ടാവുക അറിയാലോ. അത് എന്താ പറയുക, ഈ PCOD പേഷ്യൻസ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ ഡിപ്രഷന് കാരണമാകുന്ന ഒന്നാണ് അവർക്കുള്ള രോമ വളർച്ച. താടിയിലും മീശയിലും ഒക്കെ, അല്ലെങ്കിൽ താടി മീശ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെയുള്ള എക്സസീവായിട്ടുള്ള ഹെയർ ഗ്രോത്ത്, ഹിർസ്യൂട്ടിസം എന്ന് പറയും, അതുണ്ടായിരിക്കും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലെല്ലാം ഒരു ഡാർക്ക് കളർ കയറി വരും, നന്നായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സിംറ്റംസൊക്കെ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തെങ്കിലും ആണ് നമ്മൾ ഈ പേഷ്യൻ്റ് ഒരു PCO എന്നുള്ള ക്രൈറ്റീരിയാസിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയാം. 3 ക്രൈറ്റീരിയാസ്. ആദ്യത്തേത് നമ്മുടെ മെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കണം, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ. രണ്ടാമത്തെ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ PCO മോർഫോളജി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒവേറിയൻ വോളിയം 10 cc കൂടുതൽ വേണം. ഒരു ഓവറിക്കകത്ത് മോർ ദാൻ 20 ഫോളിക്കിൾസ് അൺറപ്ചേർഡ് ആയിട്ടുള്ള കുഞ്ഞു ഫോളിക്കിൾസ് ഉണ്ടായിരിക്കുകയും വേണം. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ഹോർമോൺസ് കൂടുതലുള്ളതെങ്കിൽ സിംറ്റംസ് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയാസിൽ 2 ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക. PCOD എന്ന് പറയുന്നത്, PCOS എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫ് സ്റ്റൈലിൽ വരുത്താൻ വെച്ചാൽ, ഒന്നാമതായിട്ട് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഡെയിലി റുട്ടീൻ, അതായത് പ്രോപ്പറായിട്ടുള്ള ഉറക്കം വേണം, എക്സസൈസ് വേണം. നമ്മുടെ ഫുഡിൽ നമ്മൾ ഓവറായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് കുറക്കണം. ഓക്കെ, എക്സസീവായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ അവരുടെ മെൻ്റൽ ഹാപ്പിനെസ്സിനാണ്. മെൻ്റൽ സ്ട്രെസ്സ് കുറച്ചിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കൂടെ ഇപ്പോഴത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റിൽ എടുക്കുമ്പോൾ പറയാം, ഷുഗർ കട്ട് ചെയ്യുക, അതായത് ഷുഗർ എക്സസീവ് എടുക്കരുത്, കാർബ് കുറയ്ക്കുക, ഹാപ്പി ആയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കുറച്ച് എക്സസൈസ് ചെയ്യുക, ഇച്ചിരി വർക്കൗട്ട് ചെയ്യുക. അത് ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലപ്പോൾ അതൊരു ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഒരു എന്താ പറയുക മൈൽഡ് എക്സസൈസ് മതി, ഓവർ സ്ട്രെയിനുള്ള എക്സസൈസ് വേണ്ട. അത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, അത് ഡെയിലി ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസിൽ ഡോക്ടർ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസ്, ഡോക്ടർ ഞങ്ങൾക്ക് എന്താ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് തന്നെ പറയാം, വരുന്ന സമയത്ത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പറയും, എൻ്റെ കോൺഫിഡൻസ് എൻ്റെ മെഡിസിൻസിലാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ബോഡിയിൽ ആക്റ്റീവ്. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിളായിട്ട് ഞാൻ പറയും, ഷുഗർ കട്ട് ചെയ്യുക, ബേക്കറി അവോയ്ഡ് ചെയ്യുക, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറയ്ക്കുക, പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഇത് PCOD മാറാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആവുക, അല്ലെങ്കിൽ ഒരു ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ലൈഫ് ലോങ് ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയുന്നില്ല, വയറ് കുറയുന്നില്ല, എക്സസൈസ് നിർത്തുക എന്നുള്ളതാണ് മെജോറിറ്റി കുട്ടികളിലും കണ്ടുവരുന്ന പ്രവണത. അപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ബോഡി ഫിറ്റ് ആവാനാണെന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുക. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഹോർമോൺസ് ഒക്കെ എല്ലാം ശരിയായി വരും, PCODയും അതിൻ്റെ വഴിക്കങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ റിപ്പോർട്ടിനകത്ത് ഞാൻ വീണ്ടും പറഞ്ഞു, റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫൈൻഡിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, അല്ലെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.